നമസ്കാരം, തേർഡ് ഐ ന്യൂസിലേക്ക് സ്വാഗതം. മെറ്റ, ടെലിഗ്രാം ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ കമ്പനികളെ വെല്ലുവിളിച്ച് പുതിയ മെസ്സേജിംഗ് ആപ്പ് അവതരിപ്പിച്ചിരിക്കുകയാണ് ട്വിറ്ററിന്റെ സഹസ്ഥാപകനും മുൻ മേധാവിയുമായ ജാക്ക് ഡോർസി. ബീറ്റ് ചാറ്റ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ മെസ്സേജിംഗ് ആപ്പിന്റെ പ്രവർത്തനം മുൻനിര മെസ്സേജിംഗ് ആപ്പുകളായ വാട്സ്ആപ്പ്, ടെലിഗ്രാം പോലുള്ളവയിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇനി ബീറ്റ് ചാറ്റ് എന്തെന്ന് പറയാം. സന്ദേശങ്ങൾ അയക്കാനോ സ്വീകരിക്കാനോ ഇന്റർനെറ്റ് കണക്ടിവിറ്റി ആവശ്യമില്ല എന്നതാണ് പ്രധാന സവിശേഷത. വാട്സ്ആപ്പ്, ടെലിഗ്രാം പോലുള്ള ആപ്പുകൾ പ്രവർത്തിക്കാൻ ഇന്റർനെറ്റ് ആവശ്യമാണ്. എന്നാൽ പിയർ ടു പിയർ നെറ്റ്വർക്ക് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ടൊറന്റ് നെറ്റ്വർക്കിനെ പോലെ അടുത്തുള്ള ബ്ലൂടൂത്ത് സൗകര്യങ്ങളുള്ള ഉപകരണങ്ങളുടെ സഹായത്തോടെ എൻക്രിപ്റ്റഡ് മെസ്സേജിംഗ് സൗകര്യമാണ് ബീറ്റ് ചാറ്റ് വാഗ്ദാനം ചെയ്യുന്നത്. ലളിതമായി പറഞ്ഞാൽ, നമ്മൾ അയക്കുന്ന ഒരു മെസ്സേജ് അടുത്തുള്ള ഉപകരണങ്ങളിലെ ബ്ലൂടൂത്ത് നെറ്റ്വർക്കിലൂടെ സഞ്ചരിച്ചാണ് ലക്ഷ്യസ്ഥാനത്തെത്തുന്നത്. നമ്മൾ സഞ്ചരിക്കുകയാണെങ്കിലും അടുത്തുള്ള ഏതെങ്കിലും ബ്ലൂടൂത്ത് ഉപകരണം മതി കണക്ടിവിറ്റി നിലനിർത്താൻ. ഇന്റർനെറ്റുമായി ബന്ധമില്ലാത്തതിനാൽ തന്നെ ഉപഭോക്താക്കൾക്ക് ബീറ്റ് ചാറ്റ് കൂടുതൽ സ്വകാര്യത നൽകുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. സാധാരണ ബ്ലൂടൂത്ത് റേഞ്ചിന്റെ പരിധി ഏകദേശം 100 മീറ്റർ വരെയാണ്. എന്നാൽ ബീറ്റ് ചാറ്റിന് 300 മീറ്റർ വരെ സന്ദേശങ്ങൾ റിലേ ചെയ്യാനാകുമെന്നാണ് ഡോർസി പറയുന്നത്. സന്ദേശങ്ങൾ സെർവറുകളിൽ ശേഖരിക്കുന്നതിന് പകരം ഫോണുകളിൽ തന്നെയാണ് സൂക്ഷിക്കുക. അത് പിന്നീട് സ്വയം നീക്കം ചെയ്യപ്പെടുകയും ചെയ്യും. അതുമാത്രമല്ല, ബീറ്റ് ചാറ്റ് ഉപയോഗിക്കാൻ ഫോൺ നമ്പറുകളുടെയോ സെർവറുകളുടെയോ ആവശ്യമില്ല. നിലവിൽ ടെക്സ്റ്റ് ഫ്ലൈറ്റ് പ്ലാറ്റ്ഫോമിൽ ബീറ്റ പരീക്ഷണ ഘട്ടത്തിലാണ് ബീറ്റ് ചാറ്റ്.